ഹല്ലേലൂയ. സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ, വചന കൃപാഗ്നി ശുശ്രൂഷയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മരണം എങ്ങനെ രംഗപ്രവേശം ചെയ്തുവെന്ന് നമ്മൾ കണ്ടെത്തി. തുടർന്ന് നമ്മൾ ഈ ലോകത്ത് നടക്കുന്ന മരണങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുകയാണ്. നമുക്കറിയാം, നല്ല മരണം പ്രാപിക്കുന്നവരുണ്ട്, ചില ദാരുണ മരണങ്ങൾ സംഭവിക്കുന്ന വ്യക്തികളുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമുക്ക് അവയൊക്കെ ഒന്ന് പരിശോധിച്ചുകൊണ്ട് നമുക്ക് ദൈവവചനത്തിൻ്റെ വലിയ കൃപയുടെ അഭിഷേകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സഭയുടെ മതബോധന ഗ്രന്ഥം അതിൻ്റെ 106 പേജിൽ 2516 ഖണ്ഡികയുടെ 410 കർത്താവ് മരണത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം ഇതാണ്: മനുഷ്യന്റെ പതനത്തിന് ശേഷം ദൈവം അവനെ ഉപേക്ഷിച്ചില്ല, മറിച്ച് ദൈവം അവനെ വിളിക്കുകയും തിന്മയുടെ മേൽ നന്മയ്ക്ക് ലഭിക്കുവാനിരിക്കുന്ന വിജയവും വീഴ്ചയിൽ നിന്നുള്ള പുനരുത്ഥാനവും നിഗൂഢമായി അറിയിക്കുകയുണ്ടായി. അപ്പം തിന്മയിലൂടെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന മക്കളെ കർത്താവ് ഉപേക്ഷിക്കുക അല്ല ചെയ്തത്, അവനെ കർത്താവ് സംരക്ഷിച്ചു വീണ്ടെടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ മരണം കണ്ടപ്പോൾ ഒരു ആത്മീയ മരണവും ശാരീരിക മരണവും നമ്മൾ കണ്ടെത്തി. എന്നാൽ ചില ശാരീരിക മരണങ്ങൾ, ചില നല്ല മരണങ്ങളുണ്ട്, നല്ലതല്ലാത്ത മരണങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യോബിന്റെ പുസ്തകം 34 അധ്യായത്തിലെ 14-15 തിരുവചനത്തിലൂടെ കർത്താവ് അരുളി ചെയ്യുന്ന കാര്യം ഇതാണ്: അവിടുന്ന് തൻ്റെ ചൈതന്യം തന്നിലേക്ക് പിൻവലിച്ചാൽ, തൻ്റെ ശ്വാസം തന്നിലേക്ക് തിരിച്ചെടുത്താൽ എല്ലാ ശരീരവും ഒന്നോടെ നശിക്കും, മനുഷ്യൻ പൊടിയിലേക്ക് മടങ്ങുകയും ചെയ്യും. അപ്പം ദൈവം മനുഷ്യനിലേക്ക് തന്നിരിക്കുന്ന ദൈവ ചൈതന്യമായിരിക്കുന്ന ആത്മാവിനെ പിൻവലിച്ചാൽ മനുഷ്യന്റെ ശാരീരിക മരണം അവിടെ സംഭവിക്കും, ശരീരം നശിക്കും, അത് മണ്ണിലേക്ക് അലിഞ്ഞു ചേരുകയും ചെയ്യും. എന്നാൽ ഇങ്ങനെയുള്ള മരണങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ സങ്കീർത്തനത്തിന്റെ പുസ്തകം 116-15 പറയുകയാണ്: വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. ഹല്ലേലൂയ. ഈ ലോകത്ത് നന്നായി ജീവിച്ച് മരിക്കുന്നവരുടെ മരണം കർത്താവിന് അമൂല്യമാണ് എന്നാണ് അരുളി ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പം നല്ല മരണവും ഉണ്ട്, കൊള്ളില്ലാത്ത മരണങ്ങളെയും പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ലോകത്തിൽ കാണാനായിട്ട് സാധിക്കും. 2 മക്കബയർ 6 അധ്യായം 18 വചനത്തിലൂടെ എലിയാസർ എന്ന് പറയുന്ന മനുഷ്യന്റെ രക്തസാക്ഷിത്വം നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം നല്ല വിശ്വാസിയാണ്, വിശ്വസ്തനാണ്, ദൈവവിശ്വാസവും പ്രാർത്ഥനയുമുള്ള ശക്തനായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. എന്നാൽ അദ്ദേഹത്തെ ബലമായി പിടിക്കുകയും പച്ച മാംസം, അന്ന് യഹൂദർക്ക് നിഷിദ്ധമായിരിക്കുന്ന പച്ച പന്നി മാംസം കഴിക്കാനായിട്ട് പറയുക. പക്ഷെ അദ്ദേഹം അത് സമ്മതിക്കുന്നില്ല. അതിനുവേണ്ടി അവർ ബലമായിട്ട് പച്ചമാംസം ആ വ്യക്തിയുടെ വായിൽ വെക്കുകയും അദ്ദേഹം അത് തുപ്പിക്കളഞ്ഞുകൊണ്ട്, നിങ്ങൾ എന്നെ കൊന്നാലും ഞാൻ കർത്താവിൻ്റെ നാമത്തിന് അശുദ്ധി വരുത്തുകയില്ല, ഞാൻ എൻ്റെ കർത്താവിൻ്റെ വചനത്തെ ധിക്കരിക്കില്ല എന്ന് പറയുക.
അതിനുശേഷം അദ്ദേഹത്തിന് കഠിനമായിരിക്കുന്ന പീഡനങ്ങൾ ഉണ്ടാകുകയും അദ്ദേഹം രക്തസാക്ഷിത്വം വഹിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിത് കാണുമ്പോൾ നമുക്കൊരു ദാരുണ മരണം പോലെ തോന്നിയാലും ഇതാ കർത്താവായ യഹോവയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജീവനെ കൊടുത്ത എലിയാസറിനെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇതൊരു ഭാഗ്യപ്പെട്ട മരണമാണ്. കർത്താവിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു ഭാഗ്യപ്പെട്ട മരണമാണ് നമ്മൾ അതിലൂടെ കാണുന്നത്. വീണ്ടും നമ്മൾക്ക് മക്കബരുടെ 2-ാമത്തെ പുസ്തകം 7-ാം അധ്യായത്തിൽ 1 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ അമ്മയും 7 മക്കളെയും കുറിച്ച് നമ്മളവിടെ കാണുന്നുണ്ട്. അമ്മയെയും മക്കളെയും രാജാവ് പിടിച്ചു. അവർ വിശ്വാസം ഉപേക്ഷിക്കണം, എന്നിട്ട് അവരെ ഇതുപോലെ പച്ച പന്നി മാംസം കഴിപ്പിക്കാനായിട്ട് നോക്കുക. അപ്പോൾ മൂത്ത മകനെ പിടിച്ചു കൊണ്ടുവന്ന് അവനോട് വിശ്വാസം ഉപേക്ഷിച്ച് അവരുടെ ദേവന്മാരെ ആരാധിക്കണം. അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ ഞാൻ ആരാധിക്കുകയില്ല. അപ്പോൾ വറചട്ടി കൊണ്ടുവന്നു, അതിനകത്ത് വെച്ച് അവനെ പൊള്ളിച്ചു. വിവിധ തരത്തിലുള്ള പീഡനങ്ങൾ ഈ സഹോദരൻ്റെ മേൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോഴും അവൻ കർത്താവായ ദൈവത്തെ തള്ളിപ്പറയാതെ ആ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് അവിടെ മരണം വരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ പോലും കർത്താവിൻ്റെ വചനത്തെ ധിക്കരിക്കാതെ യഹോവയ്ക്ക് വേണ്ടി ജീവിച്ച് യഹോവയുടെ വചനത്തിൽ മാത്രം അധിഷ്ഠമായി ജീവിച്ച് വീരമൃത്യു വരിക്കുക, നല്ല മരണം ദൈവത്തിൽ അർപ്പിക്കപ്പെടുകയാണ്. അങ്ങനെ ഈ അമ്മയുടെ 6 മക്കളെയും കൊന്നു. 7-ാമത്തെ ഒരു മകനുണ്ട്. ഇതെല്ലാം മരണവും ഇതുപോലത്തെ മരണങ്ങളാണ്. ഇതെല്ലാം കണ്ട് 7-ാമത്തെ മകനോട് പറഞ്ഞു, നീ വിശ്വാസം ഉപേക്ഷിച്ച് വരികയാണെങ്കിൽ നിനക്ക് ജീവിക്കാം. ആ സഹോദരൻ പറഞ്ഞു, ഇളയ സഹോദരൻ പറഞ്ഞു, എൻ്റെ മറ്റു സഹോദരന്മാർ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വ്യതിചലിക്കാതെ മരണം വരിച്ചവരാണ്. ഞാനും അതേ പാതയിലേക്കാണ് പോകുന്നത്. ഞാൻ എൻ്റെ ദൈവത്തെ ഒരിക്കലും തള്ളിക്കളയുകയില്ല. നിങ്ങൾ തരുന്നത് ഈ പച്ച പന്നി മാംസം ഞാൻ കഴിക്കുകയില്ല. അവനെയും അവ അമ്മയുടെ മുമ്പിൽ വെച്ച് വധിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ അമ്മയെ വധിച്ചു. അങ്ങനെ അവർ 7 പേരും രക്തസാക്ഷിത്വം വഹിച്ച് മഹത്വമായിരിക്കുന്ന ഒരു മരണത്തെ സ്വീകരിക്കുക. മനോഹരമായിരിക്കുന്ന നല്ല മരണത്തെ അവർ സ്വീകരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇതുപോലത്തെ ഒരു പീഡനത്തിൻ്റെ പശ്ചാത്തലം നമ്മുടെ ഇന്ന് ഈ ലോകത്തിലുണ്ടാകുകയാണെങ്കിൽ ഈ അമ്മയെയും 7 മക്കളെ പോലെ ധീരമായിട്ടൊന്ന് പോരാടി രക്തസാക്ഷിത്വം വഹിക്കാൻ, നല്ല മരണം പ്രാപിക്കാൻ എത്ര പേർക്ക് സാധിക്കും? അനേകരുണ്ടെന്ന് ലോകത്ത് നമുക്കറിയാം. സ്റ്റയാൻ ഗ്രേസ് എന്ന് പറയുന്ന മനുഷ്യൻ നമുക്കറിയാം. ഇന്ത്യയിൽ വെച്ച് തന്നെ അദ്ദേഹം മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ടതാണ്, പെന്തക്കോസ് വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്നവരായിരുന്നു എങ്കിൽ പോലും അദ്ദേഹം ധീര രക്തസാക്ഷിത്വം വഹിച്ചു. നമ്മുടെ ഇവിടുത്തെ മത തീവ്രവാദികൾ ഈ മനുഷ്യനെ കൊന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ കൊന്നവരോട് നിരുപാധിക ക്ഷമിക്കുകയാണ് ചെയ്തത്. അതിലൂടെ കൊന്ന മനുഷ്യൻ മാനസാന്തരത്തിലേക്ക് കടന്നു വന്ന വലിയ പശ്ചാത്തലം നമുക്കറിയാം. റാണി മരിയയുടെ കാര്യത്തിൽ നമുക്ക് ഇത് തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ? ധീര രക്തസാക്ഷിത്വം വഹിക്കാനുള്ള വലിയ മനസാന്നിധ്യം അതാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ അടുത്ത നാളുകളിൽ മണിപ്പൂരിലുണ്ടായിരിക്കുന്ന വർഗീയത നമുക്കറിയാം. വർഗീയ കലാപങ്ങൾ, അനേക ക്രിസ്ത്യാനികൾ നടു റോഡിലൂടെ മരിച്ചു വീഴപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു. അവരൊക്കെ എന്നിട്ടും ഈ വലിയ പീഡനങ്ങളൊക്കെ ഉണ്ടായിട്ടും കർത്താവായ ദൈവത്തെ തള്ളിക്കളയാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന നല്ല മരണം പ്രാപിച്ചവരാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിലും അങ്ങനത്തെ ഉള്ളവരുണ്ട്. നമുക്കറിയാം, ഇന്ന് കെനിയയിലും അറേബ്യൻ രാജ്യങ്ങളിലുമൊക്കെ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ അതിശക്തമായിരിക്കുന്ന മുസ്ലിങ്ങളുടെ പീഡനമുണ്ടായിക്കൊണ്ടിരിക്കുക. ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് മരിച്ചു വീണു. വിശ്വാസം ഉപേക്ഷിച്ച്, ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിച്ച് മുസ്ലിം വിശ്വാസത്തിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾക്ക് ജീവിക്കാം, അല്ല എങ്കിൽ അവരെ കൊല്ലുകയോ. അനേകരുടെ തലവെട്ടി,
നമ്മൾ വീഡിയോയിലൂടെയൊക്കെ അവരത് പരസ്യം ചെയ്തു. ഇപ്പം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അടുത്തിറക്കി കഴിഞ്ഞ ദിവസം വീഡിയോയ്ക്കകത്ത് ഉണ്ട് 1600ഓളം പേരെയാണ് ഒരു വർഷം കൊണ്ട് അവർ കൊന്നൊടുക്കിയിരിക്കുന്നത്. അത്രമാത്രം പീഡനങ്ങൾ ഇന്ന് സഭയ്ക്കുണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും പ്രിയപ്പെട്ടവരെയും അവരുടെ സഭയുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആകാശത്തിൻ്റെ കീഴെ മാനവരാശിയിടയിൽ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശുവിൻ്റെ നാമമല്ലാതെ. ആ നാമത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ധീര മരണം പ്രാപിക്കുന്ന, വിശുദ്ധ മരണം പ്രാപിക്കുന്ന അനേക വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് നമ്മുടെ സുവിശേഷത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായത്തിൽ 54 മുതൽ 60 വരെയുള്ള വചനത്തിൽ സ്തേഫാനോസ് എന്ന് പറയുന്ന വിശുദ്ധനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. സ്തേഫാനോസ് മതം പ്രസംഗിച്ചതിൻ്റെ പേരിൽ, ക്രിസ്തുവിനെ പ്രസംഗിച്ചതിൻ്റെ പേരിൽ അവനെ തടങ്കൽ വെക്കുകയും അവൻ ദൈവദൂഷണം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ വിചാരണ ചെയ്യുന്ന സമയത്ത് ഏതായിരുന്നാലും താൻ മരിക്കാൻ പോവുകയാണ്, അവരെന്നെ കൊല്ലുമെന്ന് നല്ല ബോധ്യമുണ്ടായപ്പോൾ സ്തേഫാനോസ് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ സ്വർഗം അവനിലേക്ക് തുറക്കപ്പെട്ടു. പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിൽ വലത്തുവശത്ത് പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ കാണുകയാണ്. അപ്പോൾ യേശുക്രിസ്തു ഏറ്റെടുത്ത പീഡാനുഭവത്തെക്കുറിച്ചും അവൻ്റെ മരണത്തെക്കുറിച്ചും ഒക്കെ ആഴപ്പെട്ട ബോധ്യമുണ്ടായ ആ സ്തേഫാനോസ് പറയുകയാണ്, പിതാവേ, ഈ കുറ്റം ഇവരുടെ മേൽ ആരോപിക്കരുത്, ഈ കുറ്റം ഇവരുടെ മേൽ ആരോപിക്കരുത്. അപ്പോഴത്തേക്കും ഇവരെ വിചാരണ ചെയ്തുകൊണ്ടിരുന്നവർ ഇവരെ കുറ്റപ്പെടുത്തുകയാണെന്നുള്ള ബോധ്യത്തോടെ അവനെ കല്ലെറിഞ്ഞു കൊല്ലുകയാണ്. അപ്പോൾ ഏറ് കെട്ടിക്കൊണ്ടിരുന്നപ്പോഴും സ്നേഹത്തോടെ കർത്താവിൻ്റെ പീഡാനുഭവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് താൻ പ്രസംഗിച്ച സുവിശേഷത്തിൻ്റെ യഥാർത്ഥ രക്തസാക്ഷിയായി അവൻ മാറിക്കൊണ്ട് അവിടെ രക്തസാക്ഷിത്വം വഹിച്ചു മരിച്ചു വീണു. എത്രയോ മനോഹരമായിരിക്കുന്ന, എത്രയോ ആദർശധീരമായിരിക്കുന്ന മരണമാണ് യേശുവിനെ പ്രതി അവർ സ്വീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ മരിച്ചവരൊക്കെ നേരെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഓരോ രക്തസാക്ഷികൾ 12 അപ്പസ്തോലന്മാരും ഇതുപോലെ ധീര രക്തസാക്ഷിത്വം വഹിച്ചതാണ്. സഭയുടെ തലവനായിരിക്കുന്ന ആദ്യത്തെ മാർപ്പാപ്പായിരിക്കുന്ന വിശുദ്ധ പത്രോസ്ലീഹ അദ്ദേഹത്തെ തല കീഴാക്കിയാണ് കൊന്നത്. ക്രിസ്തുവിനെ കൊന്നതോടെ എന്നെ കൊല്ലണം, എന്നെ തല കീഴാക്കി ഇട്ടുകൊള്ളുക. അങ്ങനെ തല കീഴാക്കി കുരിശ് തറച്ചാ കൊന്നത്. ഭാരതത്തിൻ്റെ അപ്പസ്തോലനായിരിക്കുന്ന വിശുദ്ധ തോമാശ്ലീഹായെ മൈലാപ്പൂരിൽ വെച്ച് കുന്തം കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തി. അപ്പോൾ ഇവരൊക്കെ ധീര രക്തസാക്ഷിത്വം വഹിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തിയവരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെയൊക്കെ ജീവിതം ഒരു ഹ്രസ്വമായിരിക്കുന്ന ജീവിതമാണ്. നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ ആയുസ്സിനെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്, 70 ഏറിയാൽ 80 ഇപ്പോൾ പറയുന്നത്. എന്നാൽ ആദ്യകാലത്തൊക്കെ 964 വർഷം വരെയൊക്കെ ജീവിച്ചിരുന്നവരുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങേയറ്റം പോയാൽ 100 അല്ലെങ്കിൽ 110 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരു ഹ്രസ്വമായിരിക്കുന്ന കാലഘട്ടമേ ഉള്ളൂ. ഈ കാലഘട്ടം കഴിഞ്ഞാൽ മരണമുണ്ട്. ഈ മരണം എൻ്റെ കർത്താവിലായിരിക്കണം. എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എൻ്റെ കർത്താവിൻ്റെ കർത്താവ് നൽകുന്ന നിത്യജീവൻ പ്രാപിച്ചുകൊണ്ടുള്ളൊരു മരണമായിരിക്കണം പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മളൊക്കെ നല്ല മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധനാണ് വിശുദ്ധ യോസേപ്പ് പിതാവ്. യോസേപ്പ് പിതാവിനെ കുറിച്ച് വചനം പറഞ്ഞു വെച്ചാൽ അവൻ നീതിമാനായിരുന്നു, വിശ്വസ്തനും നീതിമാനുമായിരുന്നു വിശുദ്ധ യോസേപ്പ്. വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ മരണം വിശുദ്ധ മരിയ വാർത്തത്തോടെ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ? യോസേപ്പ് പിതാവ് മരിക്കുന്ന സമയത്ത് യോസേപ്പ് പിതാവിൻ്റെ ഭാര്യയായിരിക്കുന്ന പരിശുദ്ധ അമ്മയും തൻ്റെ വളർത്തുമകനായിരിക്കുന്ന ദൈവം തന്നെയായിരിക്കുന്ന ഈശോയുമുണ്ട്. ഈശോയുടെ മടിയിൽ കിടന്ന് ഈശോ സങ്കീർത്തന വചനങ്ങൾ പ്രാർത്ഥിച്ചു കൊടുക്കുന്നത് ഏറ്റുചൊല്ലുകയും അമ്മ തൻ്റെ ഭർത്താവായിരിക്കുന്ന വിശുദ്ധ യോസേപ്പിന് വേണ്ടി മനമുരുകി പിതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല മരണം, രക്ഷകനായിരിക്കുന്ന ലോകത്തിന് രക്ഷ നൽകിയ ദൈവം തന്നെയായിരിക്കുന്ന മനുഷ്യപുത്രനായ ഈശോയുടെ കരങ്ങളിൽ കിടന്നു മരിച്ച വിശുദ്ധനാണ് വിശുദ്ധ യോസേപ്പ് പിതാവ്. അദ്ദേഹം സ്വർഗത്തിലെ അതിശ്രേഷ്ഠ വിശുദ്ധന്മാരാണ്.
അതായത് സ്വർഗത്തിൽ ഇന്ന് സ്വർഗീയ രാജ്ഞിയായിരിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്കൊരു പദവിയുണ്ട്. അതിന് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന പദവി അലങ്കരിക്കുന്ന വ്യക്തിയാണ് വിശ്വ പിതാവ്. അതോടൊപ്പം തന്നെ രക്തസാക്ഷിത്വം വഹിച്ച അപ്പസ്തോലന്മാരും. അത്ര ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു മരണമാണ് നീതിമാനായിരിക്കുന്ന വിശ്വ പിതാവിന് കിട്ടുന്നത്. നമ്മൾ നോക്കുമ്പം യേശു പിതാവിൻ്റെ ജീവിതം പഠിച്ചു കഴിയുമ്പോൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ഒരു മനുഷ്യനാണ്. ഒരുപാട് നിന്ദനങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിയ മനുഷ്യനാണ്. പക്ഷെ അതെല്ലാം ആർക്ക് വേണ്ടി? താൻ വിശ്വസിക്കുന്ന യഹോവയായ ദൈവത്തിന് വേണ്ടി അവൻ കാഴ്ചവെച്ചു. പിതാവായ ദൈവത്തിന് വേണ്ടി കാഴ്ചവെച്ചു. തൻ്റെ പുത്രനെ മാറോട് ചേർത്ത് പിടിച്ച് വളർത്തി. അതാ യൂസഫ് പിതാവിൻ്റെ മഹത്വം. ആ യൂസഫ് പിതാവാണ് ഈ ലോകത്തിൽ ഏറ്റവും നല്ല മരണം പ്രാപിച്ച ഒരു വ്യക്തി. അതുകൊണ്ടാണ് നമ്മൾ ആ വിശുദ്ധ യൂസഫ് പിതാവിൻ്റെ വലിയ മധ്യസ്ഥം നമ്മൾ പ്രാർത്ഥിക്കുന്നത്. യൂസഫ് പിതാവിൻ്റെ പ്രാർത്ഥന നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാം, 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 ഹല്ലേലൂയാം. ശക്തനായിരിക്കുന്ന വിശുദ്ധ പൗലോസ്ലീഹ, അദ്ദേഹമാണ് പുനരുത്ഥാനത്തെക്കുറിച്ചും അന്ത്യവിധിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ശക്തമായിട്ട് പ്രസംഗിച്ച മനുഷ്യൻ. യഹൂദരുടെ നിയമിച്ചനായിരിക്കുന്ന ഫരിസേയരും നിയമിച്ചരും ഒക്കെ ഇത് പ്രസംഗിക്കാൻ അനുവദിച്ചില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ വിശുദ്ധ പൗലോസ്ലീഹ കേൾക്കേണ്ട വന്നു. വിശുദ്ധ പൗലോസ്ലീഹയുടെ മരണവും നമുക്കറിയാം. ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് എനിക്ക് ആ സ്ഥലം സന്ദർശിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ തടവറയിൽ വെച്ച് കഴുത്ത് വെട്ടുകയാണ് ചെയ്യുന്നത്. കഴുത്ത് വെട്ടിയ ആ തല മറിഞ്ഞ് വീണ് അത് നിവർന്നു നിന്നു. എന്നിട്ട് കർത്താവിനെ സ്തുതിച്ചു, ദൈവത്തിൻ്റെ വചനം പറഞ്ഞു. അവരത് വീണ്ടും തൊഴിച്ചപ്പോൾ ഒന്നുകൂടെ മറിഞ്ഞു വീണ്ടും ഇതുപോലെ ഉയർന്നു നിന്ന് കഴിഞ്ഞേച്ച് കർത്താവിനെ സ്തുതിച്ചു, ദൈവത്തിൻ്റെ വചനം പറഞ്ഞു. വീണ്ടും അവർ തട്ടി, അപ്പോഴും ഇതുപോലെ വീണ്ടും മറിഞ്ഞ് ഉയർന്നു നിന്ന് കഴിഞ്ഞേച്ച് കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചു. ആ 3 സ്പോട്ടുകൾ 3 തൂണായിട്ട് ഇന്നും അവിടെ ഉണ്ട്. ഓർക്കണം, കഴുത്ത് വെട്ടിവിട്ട സമയത്തും ഇത് കർത്താവിനെ ധീരമായിട്ട് പ്രസംഗിച്ചുകൊണ്ട് ആ ശക്തമായി നിന്ന് മരണത്തെ സ്വീകരിച്ച വിശുദ്ധ പൗലോസ്ലീഹയ്ക്ക് ഏറ്റവും പെട്ടെന്ന് സ്വർഗത്തിലേക്ക് കിടക്കുകയും വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ വിശുദ്ധ പൗലോസ്ലീഹയുടെ ഒക്കെ ആ വലിയ തീഷ്ണത, ആ വചനത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുകൊണ്ട് അണുവിട്ട വ്യതിചലിക്കാതെയുള്ള ഒരു വിശുദ്ധമായിരിക്കുന്ന ജീവിതം. ആ കർത്താവായ ദൈവത്തിന് വേണ്ടി, ഞാൻ പ്രസംഗിച്ച ദൈവത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കാനുള്ള അതിശക്തമായിരിക്കുന്ന മനധൈര്യം, ഇതൊക്കെ വിശുദ്ധ പൗലോസ്ലീഹയിലൂടെ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മൾ പറയപ്പെടുമ്പോൾ ഇതൊക്കെ ഈ കാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന സഭയുടെ മക്കളായിരിക്കുന്ന നമ്മുടെ മനസ്സിലുണ്ടാവണം. അതുകൊണ്ട് മരണത്തെ ശ്രേഷ്ഠമായിട്ട് കാണാനും വിശുദ്ധമായിരിക്കുന്ന മരണത്തിലേക്ക് കടന്നു വരാനും പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ ചില ദാരുണ മരണങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദാരുണ മരണങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു. ദൈവം മരണത്തെ സൃഷ്ടിച്ചില്ല, മരണത്തെ കൊണ്ടുവന്നതിൻ്റെ പശ്ചാത്തലം നമ്മൾ കണ്ടു. അവൻ്റെ പക്ഷക്കാര് ഇത് അനുഭവിക്കുന്നു. ഇന്നും ഈ അവസ്ഥയുണ്ട്. അവൻ്റെ പക്ഷം ചേർന്നു കർത്താവിൻ്റെ കൃപയിൽ നകന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വലിയ സ്വാധീനമനുസരിച്ച് ജീവിക്കാതെ, വിശുദ്ധമായി ജീവിക്കാതെ, ലോകത്തിൻ്റെ അരൂപികളോട് ചേർന്ന് അവൻ്റെ ജീവിതത്തെ മുഴുവൻ തിന്മയായിരിക്കുന്ന സാത്താൻ്റെ പ്രവർത്തനത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ അവൻ്റെ പക്ഷം ചേരുകയാണ്. അവൻ്റെ പക്ഷം ചേർന്ന് ജീവിക്കുമ്പോൾ അവൻ്റെ ജീവനെ അപഹരിക്കും. അതാണ് സാത്താൻ കൊണ്ടുവരുന്ന മരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പഴയ നിയമത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വചനത്തിലൂടെ നമ്മൾ ഒരു രാജാവിനെ കുറിച്ച് കാണുന്നുണ്ട്. യഹോയാക്കീമിൻ്റെ മരണം ഒരു ദാരുണമായിരിക്കുന്ന മരണമായിരുന്നു. ഈ മരണത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? 17 വചനത്തിൽ, എന്നാൽ നിന്റെ കണ്ണും കരളും വഞ്ചനയിലൂടെ
ലാഭമുണ്ടാക്കുന്നതിലും നിഷ്കളങ്ക രക്തം ചിന്തുന്നതിലും മർദ്ദനവും അക്രമവും അഴിച്ചുവിടുന്നതിനും മാത്രം വ്യാപൃതമായിരുന്നു. അതുകൊണ്ട് ജോസിയായുടെ മകനും യൂദയായുടെ രാജാവുമായ യഹോയാക്കിമിനെ കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു, ഹോ എൻ്റെ സഹോദര, ഹോ എൻ്റെ സഹോദരി എന്ന് പറഞ്ഞ് ആരും അവനെ ചൊല്ലി കരയുകയില്ല. ഹാ എൻ്റെ യജമാനനെ, ഹാ എൻ്റെ പ്രഭു എന്ന് പറഞ്ഞ് അവനെ ഓർത്ത് ആരും വിലപിക്കുകയില്ല. കഴുതയെപ്പോലെയായിരിക്കും അവനെ സംസ്കരിക്കുക. അവൻ ജെറുസലേം കവാടത്തിൻ്റെ പുറത്തേക്ക് വലിച്ചെറിയപ്പെട്ടു. വലിയ രാജാവാണ് അദ്ദേഹം. ദൈവത്തിനെതിരായിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ആഭിചാര കർമ്മങ്ങൾ, അന്യദൈവ ആരാധനകളുടെയൊക്കെ ജീവിക്കുകയും പിടിച്ചുപറിക്കുകയും അന്യമായി സമ്പാദിക്കുകയും ചെയ്ത ഈ യൂദയ രാജാവിൻ്റെ മരണം എത്രയോ ദാരുണമായിരുന്നു. അതുപോലെ ദാരുണം മറിച്ച മറ്റൊരു വ്യക്തിയാണ് ഏലി പുരോഹിതൻ. നമ്മളതേക്കുറിച്ച് പറയുമ്പോൾ ഏലി പുരോഹിതന്റെ മക്കള് 1 സാമുവേൽ 2:12 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, ഏലി പുരോഹിതന്റെ മക്കൾ സഹപുരോഹിതരായിട്ട് ശുശ്രൂഷ ചെയ്തിരിക്കെ അവര് ദൈവത്തിൻ്റെ കൽപ്പനകൾക്കനുസരിച്ചോ ഒരു പുരോഹിത ധർമ്മത്തിനനുസരിച്ചോ അല്ല ജീവിച്ചു. അവർ തിന്മ ചെയ്ത് ജീവിച്ചു. അവരെക്കുറിച്ച് പറയുന്നുണ്ട്, അവർ ദേവാലയ സൂക്ഷിപ്പുകാരായിരിക്കുന്ന സ്ത്രീകളുമായി വ്യഭിചാരം എന്ന് പറയുന്ന പാപത്തിൽ പോലും അവർ ഏർപ്പെട്ടിരുന്നു. ഇതൊക്കെ ഏലിയ അറിഞ്ഞു. മക്കളോട് പറഞ്ഞിട്ടും അവർ വകവച്ചില്ല, അവരെ തിരുത്തിയില്ല, നന്നായിട്ട് പറഞ്ഞ് തിരുത്തിയില്ല. സാമുവേലിനെ പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ കർത്താവ് സാമുവേലിനെ വിളിക്കുന്നുണ്ട്. 3 തവണ വിളിക്കുന്നുണ്ട്. 3-ാം തവണ വിളി കേട്ട് ചെല്ലുമ്പോൾ കർത്താവ് പറയുന്ന കാര്യം ഇതാണ്, ഏലി പുരോഹിതനിൽ നിന്ന് ശുശ്രൂഷ പൗരോഹിത്യം ഞാൻ എടുത്തു മാറ്റുകയാണ്. അവൻ്റെ മക്കളെ ഞാൻ വധിക്കും. അവരിൽ ഒരുവനെ ഞാൻ നിലനിർത്തും, പ്രധാന പുരോഹിതന് ദാസ്യ വേല ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ ഈ അരുളപ്പാട് സാമുവേൽ പ്രവാചകനോട് പറഞ്ഞു. ഏലി പുരോഹിതൻ ചോദിച്ചു, നിന്നോട് കർത്താവ് എന്തു പറഞ്ഞു? എന്ത് പറഞ്ഞാൽ ഞാൻ സ്വീകരിക്കാൻ മനസ്സാണ്. ഇതവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏലി പുരോഹിതൻ ഇരുന്ന കസേര, പ്രായം ചെന്ന് കണ്ണു കാണാൻ വയ്യാത്ത മനുഷ്യനാണ്, അദ്ദേഹം ഇരുന്ന കസേര മറിഞ്ഞ് കഴുത്തൊടിഞ്ഞു മരിച്ചു. അവൻ്റെ മക്കളെ മുഴുവനും, ഒരാളെ മാത്രം നിലനിർത്തിക്കൊണ്ട് മക്കളെ മുഴുവനും കർത്താവ് ഉന്മൂലനം ചെയ്തു. അപ്പം ഒരു കുടുംബത്തിൻ്റെ ദാരുണ മരണത്തെ നമ്മൾ കാണുകയാണ്. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കാതെ ദൈവത്തെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾക്കാണ് ഈ വിധത്തിലുള്ള അനർത്ഥങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരിക്കൽ ഒരു സഹോദരനെ കുറിച്ച് അറിയാനായിട്ട് പറ്റി. ആ മകൻ്റെ കുടുംബവും അവൻ്റെ ഭാര്യയൊക്കെ കണ്ണീരോടെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യനെ പോയി കണ്ടു. മദ്യം, മയക്കുമരുന്ന് എന്ത് വേണ്ട, ഈ ലോകത്ത് ഇന്ന് ചെയ്യാവുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ തിന്മകളും പ്രവർത്തിച്ചാണ് ജീവിക്കുന്നത്. കുടുംബം നോക്കില്ല, പണിയെടുക്കുന്ന കാശുണ്ട്, കുടുംബത്തിന് ഇച്ചിരി ആദായമുണ്ട്, ഇത് മുഴുവനും കൊണ്ടുപോയി കള്ളും കുടിച്ച് ഇങ്ങനെ ലോകത്തിൻ്റെ അരൂപിയോട് ചേർന്നുള്ള ദുഷിച്ച ജീവിതം നയിച്ചു പോയിക്കൊണ്ടിരിക്കുക. കുടുംബത്തിലാണെങ്കിൽ ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ മകനെ കണ്ടു, പൊന്നു സഹോദര, കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് നിങ്ങളൊരു ധ്യാനത്തിനുമാണ്. അപ്പോൾ ഈ സഹോദരൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കേട്ടോ, അത് തന്നെ പോലെയുള്ളവർക്കൊക്കെയാണ്. ഇതൊക്കെ കുറേ പ്രായമൊക്കെ ആയതിന് ശേഷം വന്നാൽ മതി. ഈ ഒരു കാലഘട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നവരാണ്. ഈ ലോകത്തിൻ്റെ സുഖങ്ങളൊക്കെ അനുഭവിക്കാൻ വേണ്ടിയുള്ളതാണ്, ഇതനുഭവിച്ച് ജീവിക്കാനുള്ളതാണ്. അതുകൊണ്ട് താൻ തൻ്റെ പണി നോക്ക്. ഇനി എനിക്ക് വരേണ്ട സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞോളാം. അന്ന് താൻ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞ ഉണ്ടെങ്കിൽ തൻ്റെ വചനം ഞാൻ കേൾക്കാം എന്നൊക്കെ പറഞ്ഞ് ഈ മനുഷ്യന് വേണ്ടി നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ, കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മനുഷ്യന് രോഗമായി. അത് കഴിഞ്ഞേച്ച് രോഗമൊക്കെ ഒരുമാതിരിയൊക്കെ ഒന്ന് ആശ്വാസമായി. എന്നിട്ടും ഒന്നൊരു മാനസാന്തരം ഈ മനുഷ്യനുണ്ടായില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ മനുഷ്യന് ദാരുണമായിരിക്കുന്ന അന്ത്യം സംഭവിച്ചു. വഴിയരികിൽ പിടഞ്ഞു വീണ് മരിക്കേണ്ട ഗതികേട വന്നത്. ഓർക്കണം,
ഇങ്ങനെയുള്ള ദാരുണമായിരിക്കുന്ന മരണങ്ങൾ ഇന്ന് ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടായിരിക്കുന്നത്. ഇത് ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ അറിയാത്തതുപോലെ ജീവിക്കുക. അവൻ്റെ ബുദ്ധിയിൽ അന്ധകാരം നിറച്ചു. റോമാക്കാർക്ക് ലേഖനം പറയുകയാണ്, തിന്മ അവൻ്റെ ബുദ്ധിയിൽ അന്ധകാരം നിറച്ച് ദൈവത്തിൻ്റെ പ്രകാശം നഷ്ടപ്പെട്ടു പോയിരിക്കുക. ഇങ്ങനെ ജീവിക്കുന്ന ഒരുപാട് വ്യക്തികളെ നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു സംഭവം കൂടെ ഞാൻ പറയാം. ഞാൻ വിവാഹം കഴിക്കാനൊക്കെ പ്രായമായി കഴിഞ്ഞപ്പോൾ എൻ്റെ കാരണവന്മാരും ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു മനുഷ്യൻ എന്നെ ഒരു പെൺകൊച്ചിനെ കാണിക്കാനായിട്ട് കൊണ്ടുപോയി. ഈ മനുഷ്യനും ഞാനുമായിട്ടുള്ള പ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരു 8 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഈ മനുഷ്യൻ ഞങ്ങളുടെ യാത്രയിൽ ഈ മനുഷ്യൻ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. വലിയ സമ്പന്നനായിരുന്ന ഒരു മനുഷ്യനാണ്, ഒറ്റ മകൻ. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ ലോകത്തിൻ്റെ അരുവികളോട് ചേർന്ന് ഉണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ വിറ്റ് കുടിച്ച്, കല്യാണമൊക്കെ കഴിഞ്ഞ് ഭാര്യയൊക്കെ ഉപേക്ഷിച്ച് പോയതാണ്. വിറ്റ് കുടിച്ച് എല്ലാം തീർന്ന് വഴിയാധാരമായി. ഇപ്പോൾ ഇങ്ങനെ ബ്രോക്കർമാർ കൊടുക്കുന്ന ചെറിയ പൈസ കിട്ടും, അതും കൊണ്ട് ഭക്ഷണമല്ല കഴിക്കുന്ന, മദ്യം കഴിച്ചാൽ ജീവിക്കുന്നത്. ഇങ്ങനൊരു മനുഷ്യൻ അന്ന് ഞാൻ നവീകരണത്തിനൊന്നും വന്ന കാലഘട്ടമൊന്നും അല്ല. എങ്കിലും എനിക്ക് ഈ മനുഷ്യനോടൊരു സഹതാപം വന്നു തോന്നി. ദൈവമേ, ഇങ്ങനത്തെ മനുഷ്യരിന്നുണ്ടല്ലോ എന്നോർത്ത് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനോട് പ്രാർത്ഥിക്കുമെന്ന് ഞാൻ ചെയ്തിട്ടില്ല, ഉള്ള സത്യം പറയുകയാണ്. കാരണം ഞാൻ നവീകരണത്തിൽ വന്നിട്ടില്ല, എനിക്കിതേക്കുറിച്ചൊന്നും വചനത്തെക്കുറിച്ചൊന്നും ഒന്നും അറിയത്തില്ലാത്ത ഒരു കാലഘട്ടം. എന്നാലും എൻ്റെ ഉള്ളിൽ ഒരു വിഷമം എനിക്ക് തോന്നി. പ്രിയപ്പെട്ട മക്കളെ, ഈ മനുഷ്യൻ പിന്നീട് അറിഞ്ഞത് ആത്മഹത്യ ചെയ്തു എന്നാണ്. ആത്മഹത്യ ചെയ്തു. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഈ മനുഷ്യൻ്റെ അമ്മ ഞാൻ ധ്യാനിപ്പിക്കാനൊക്കെ തുടങ്ങിയ ഒരു കാലഘട്ടമായപ്പോൾ ആ ധ്യാനത്തിന് വേണ്ടി വന്നു. അന്ന് ഈ മകൻ്റെ ദാരുണമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ വിഷമം തോന്നി. ദൈവമേ, അന്ന് ഞാൻ അന്നേരം സത്യമായിട്ട് ഓർത്തൊരു കാര്യമുണ്ട്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ ഞാൻ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് ആഴപ്പെട്ട് മനസ്സിലാക്കാനോ ഒന്നും എനിക്ക് സാധിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ആ മകനെ വീണ്ടെടുക്കാനായിട്ട് പറ്റുമായിരുന്നു എന്നൊരു തോന്നൽ എനിക്ക് തോന്നി. അതിനുശേഷം പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ മദ്യത്തിൻ്റെ ഇതിൻ്റെ കടിമത്തിലേക്ക് ഒരുപാട് പേരെ നമ്മൾ വീണ്ടെടുക്കാനായിട്ട് അവരുടെ പുറകെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു ബോധ്യം കിട്ടിയത് കൊണ്ടാണ് ഒരുപാട് പേര് രക്ഷപ്പെട്ടവരുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പുരോഹിതനായിരിക്കുന്ന ഏലി പുരോഹിതൻ്റെ കുടുംബത്തിലേക്ക് വന്നിരിക്കുന്ന ദാരുണമായിരിക്കുന്ന അന്ത്യം, അതൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട കാര്യങ്ങളാണ്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു വ്യക്തിയാണ് ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവ് സാവൂൾ രാജാവ് ദൈവത്തിൻ്റെ വചനം ധിക്കരിച്ചു. സാവൂളിൻ്റെ 1 സാമുവേൽ 31:1 മുതൽ 4 വരെയുള്ള വചനം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സാവൂൾ രാജാവ് മരിക്കുന്നത്, ഫിലിസ്ത്യർ യുദ്ധം ചെയ്ത് സാവൂൾ രാജാവിനെ പരാജയപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ദുഷിച്ച ജനം എന്നെ പരാജയപ്പെടുത്തി, അവൻ കർത്താവിൻ്റെ വചനത്തെ ധിക്കരിച്ചുകൊണ്ട് അവൻ്റെ രാജ്യത്വം എടുത്തു മാറ്റപ്പെട്ട് നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ്. രാജ്യത്വം എടുത്തു മാറ്റിയിട്ടും കുറേ കാലം കൂടെ ദാവീദ് രാജാവിനെയാണ് അഭിഷേകം ചെയ്തത്. എങ്കിലും ഇവൻ രാജാവായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫെലിസ്ത്യർ വന്ന് യുദ്ധം ചെയ്യുകയും ഇവൻ പരാജയപ്പെടുകയും ചെയ്യുന്നത്. ഈ പരാജയപ്പെട്ട സമയത്ത് ഇവരുടെ കയ്യിൽ മരിക്കാൻ അവന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തൻ്റെ കൂടെയുള്ള മക്കളെയൊക്കെ കൊന്നു അവർ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് രാജാവിനെ പിടിക്കുന്ന പശ്ചാത്തലത്തേക്ക് വന്നപ്പം പടയാളി പറഞ്ഞു, നീ എന്നെ വാളിന് കുത്തി കൊല്ല്. യജമാനെ, എനിക്കത് പറ്റില്ല. അവസാനം അവൻ സമ്മതിക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞ വാള് നിലത്ത് കുത്തിവെച്ച് ആ വാളിൽ വീണ് സാവൂൾ രാജാവ് മരിക്കുക, അവൻ്റെ പടയാളിയും അതുപോലെ തന്നെ മരിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ, മഹാനായിരുന്ന ഒരു രാജാവായിട്ട്, ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്ന സാവൂൾ രാജാവിന് പോലും പറ്റിയതെന്താണ്? ദൈവത്തിൻ്റെ വചനത്തെ ധിക്കരിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ കൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ചതിൻ്റെ പരിണത ഫലമായി ഒരു ദാരുണ മരണത്തെ ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ.
മറ്റൊരു മരണത്തെയും കൂടെ വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാവിൻ്റെ 21 അധ്യായത്തിൽ നമ്മൾ കാണുന്നൊരു സംഭവമുണ്ട്. നബോത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മുന്തിരിത്തോട്ടം, രാജാവിൻ്റെ ഉദ്യാനത്തോട് ചേർന്നുള്ളൊരു മുന്തിരിത്തോട്ടമാണ്. ഈ മുന്തിരിത്തോട്ടം രാജാവിന് വേണം. അപ്പം നബോത്തിനെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചോദിച്ചു കഴിഞ്ഞപ്പം ഇതെൻ്റെ പൂർവികരോട് എനിക്ക് കിട്ടിയിരിക്കുന്നതാണ്, അതുകൊണ്ട് ഞാനത് തരില്ല. രാജാവ് എന്ത് വില വേണേലും കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കൊടുക്കില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മനോവേദനയോടെ വീട്ടിൽ വന്ന് കിടക്കുക, ആഹാരം പോലും കഴിക്കാതെ. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ജസബൽ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുക, കാര്യങ്ങൾ പറഞ്ഞ്, നിങ്ങളൊരു രാജാവല്ലേ, നിങ്ങൾ വിഷമിക്കണ്ട, ഞാനിതിന് പരിഹാരമുണ്ടാക്കാം. അവൾ അവിടെ ഉണ്ടായിരുന്ന ആ നാട്ടിലുണ്ടായിരുന്നവരെ വിളിച്ചു കൂട്ടുകയും ഇവനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കുകയാണ്. എന്നിട്ട് അവിടെ ഒരു വിചാരണ നടക്കുകയാണ്. വിചാരണ നടന്നപ്പോൾ ഇവനെതിരെ കുറ്റം പറയാൻ ആൾക്കാരെ ഇവൾ തന്നെ സംഘടിപ്പിച്ച് അങ്ങനെ അവനെ, നബോത്തിനെ അവിടെ കല്ലെറിഞ്ഞു കൊല്ലുകയാണ്. കല്ലെറിഞ്ഞു കൊന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ജസബൽ വന്ന് രാജാവിനോട് പറയുകയാണ്, ഇതാ അവൻ മരിച്ചു, അവൻ്റെ സ്ഥലം നീ ചെന്ന് ഏറ്റെടുക്കണം. അങ്ങനെ അത് ഏറ്റെടുക്കാനായിട്ട് പോകുന്ന സമയത്ത് ഏലിയ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുകയാണ്, നബോത്തിന്റെ രക്തം വീണെടുത്ത് വെച്ച് ജസബലിന്റെ രക്തം നായ്ക്കള് നക്കി കുടിക്കും. രാജാക്കന്മാരുടെ പുസ്തകം 9 അധ്യായം 25 മുതൽ 37 വരെയുള്ള വചനത്തിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ഈ ജസബല് അന്നത്തെ രാജാവ് കിളിവാതിലിൻ്റെ അവിടെ നമ്മളെ വലിച്ച് താഴെ എറിയാൻ ആജ്ഞാപിക്കുകയും അങ്ങനെ താഴെ എറിഞ്ഞ് അവൾ വന്നു വീഴുന്നത് കുതിരകളുടെ പുറത്തോടെ വീണ് താഴെ ഭിത്തികളിലൊക്കെ ഇടിച്ച് രക്തം ചിതറി അവൾ കുതിരകളുടെ പുറത്ത് വന്നു വീണു, കുതിരകളെ ചവിട്ടി. അത് കഴിഞ്ഞ് രാജാവ് പറഞ്ഞു, അവളുടെ ശരീരഭാഗം എടുത്തുകൊണ്ട് മറവ് ചെയ്യാനായിട്ട് പല സമയത്ത് അവർ ചെല്ലുമ്പോൾ അവിടെ കാണുന്നത് നായ്ക്കൾ വന്ന് അതിൻ്റെ മാംസം മുഴുവൻ കടിച്ചു കൊണ്ടുതിന്നു, തലയും ചില അസ്ഥിഭാഗങ്ങളും മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ പ്രവാചകനോട് കർത്താവാദ്യം അരുളി ചെയ്ത വചനം അവിടെ നിവർത്തിക്കുക ദാരുണമായിരിക്കുന്ന ഒരു മരണമാണ്. ചെയ്ത പ്രവൃത്തി വളരെ ഹീനമായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അതിലൂടെ സംഭവിച്ചെന്താണ്, നായ്ക്കൾ അവളെ കടിച്ചു തന്നു, അവളുടെ രക്തം നക്കി കുടിച്ചു. ഒരു ദാരുണമായിരിക്കുന്ന മരണമാണ് നമ്മളവിടെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിലും ഇത്തരത്തിലുള്ള നിരവധിയായിരിക്കുന്ന മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. പല അനർത്ഥങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലൂടെ തിന്മയുടെ സ്വാധീനങ്ങൾ ചില സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ സ്ഥലങ്ങളിൽ ഇങ്ങനെ നിരന്തരമായിരിക്കുന്ന ദാരുണ മരണങ്ങൾ സംഭവിക്കുന്നു. ചില ജലാശയങ്ങളിൽ സംഭവിക്കുന്നു, ചില അന്തരീക്ഷ ഭാഗങ്ങളിൽ സംഭവിക്കുന്നു, പ്രത്യേകമായ സ്ഥലങ്ങളിൽ സംഭവിക്കുന്നു. നമുക്ക് ഈ ലോകത്തിൽ അങ്ങനെ പലതും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം സത്യമാണ്, ഈ ലോക ജീവിതം, ദൈവം നൽകിയിരിക്കുന്ന ഹ്രസ്വമായിരിക്കുന്ന ഈ ലോക ജീവിതം ദൈവത്തിനോട് ചേർന്ന് അവിടുത്തെ പ്രമാണങ്ങൾ അനുസരിച്ച് കർത്താവിൻ്റെ വചനത്തിൽ ആഴപ്പെട്ട് സഭയുടെ മക്കളാണെങ്കിൽ അവരുടെ കുദാശ ജീവിതത്തിലൂടെ ഒരു വിശുദ്ധമായിരിക്കുന്ന ജീവിതമാണ് നമ്മൾ നയിക്കുന്നത് എങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, അവിടെ നമുക്ക് നിത്യരക്ഷയുടെ ജീവനിലേക്ക് കടന്നു വരാൻ പറ്റും. ഇനി അവൻ്റെ പക്ഷം ചേർന്നുകൊണ്ട് ഈ ലോകത്തിൽ ഈ തിന്മയ്ക്കനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ കണ്ട ഈ ദാരുണ മരണങ്ങൾ പോലുള്ള മരണങ്ങൾ അനേക വ്യക്തികളിലേക്ക്, അനേക കുടുംബങ്ങളിലേക്ക്, അനേക ദേശങ്ങളിലേക്ക് ഇത് വ്യാപരിച്ചു കൊണ്ടേയിരിക്കും. അവൻ്റെ പക്ഷക്കാർ അത് അനുഭവിക്കും എന്നുള്ള വചനം നമ്മൾ ഓർക്കുക. ഈ വചനത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നു മുതൽ തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കട്ടെ. വിശുദ്ധ ഗ്രന്ഥം വായിച്ച് അതിനെ മനസ്സിലേക്ക് കൊണ്ടുവന്ന ആ വചനത്തിൻ്റെ ജീവൻ്റെ അവൃത്തിയിലും ആ വചനത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു ജീവിതം, സഭയോട് ചേർന്നുള്ള ഒരു കുദാശയിൽ അധിഷ്ഠിതമായിരിക്കുന്ന ജീവിതം, പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു വിശുദ്ധ ജീവിതം നയിക്കട്ടെ. നമുക്കെല്ലാവർക്കും നിത്യജീവനിലേക്ക് കടന്നു പോകാൻ പറ്റും. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും.
അടുത്ത ദിവസം നമ്മൾ വീണ്ടും മരണത്തിൻ്റെ മറ്റൊരു സ്റ്റേജുകളിലൂടെ നമ്മൾ കടന്നു പോയച്ചായിരിക്കും മരണത്തിൻ്റെ ഭാഗം നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ തലവിധിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. പ്രിയപ്പെട്ട മക്കളെ, അടുത്ത ആഴ്ചത്തേക്ക് വചനത്തിൻ്റെ ശ്രവണത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകൾക്ക് ഇട്ടുകൊടുക്കുകയും അവരൊക്കെ വായിച്ച് മനസ്സിലാക്കുകയും ചെയ്യട്ടെ. ദൈവരാജ്യം ശക്തിയാർജിക്കട്ടെ. എല്ലാ മഹത്വവും കർത്താവായ യേശുക്രിസ്തുവിന് നൽകിക്കൊണ്ട് ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തുതി. ആമേൻ.